ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഒരു ചെറിയ കോഫിയൊക്കെ വാങ്ങിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇനി നമുക്ക് ലൂസേണിലേക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടേക്ക് എത്താനായിട്ട് നല്ലോണം സമയം എടുക്കും. ഒരു 4 മണിക്കൂറോളം ഇനിയും കിടക്കണം. ഞങ്ങൾ സ്വിറ്റ്സർലാൻഡ് ഇത്രയും ഭംഗിയുള്ള രാജ്യമാണെന്ന് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കണ്ടു കഴിഞ്ഞാലും ഇതിപ്പോൾ നേരിട്ട് കാണുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഭംഗി എന്താണെന്നുള്ളത് അറിയുന്നത്. ഓരോ സ്ഥലങ്ങളിലും ചെല്ലുമ്പോഴും നമുക്ക് ഓരോന്ന് സ്പെഷ്യലായിട്ട് തോന്നും. ഇപ്പോൾ ഈ കാണുന്ന ടണലൊക്കെ നോക്കി അതിൻ്റെ എൻട്രൻസിലേക്ക് പോകുമ്പോൾ എന്ത് ഭംഗിയല്ല അതിൻ്റെ ചുറ്റും കാണാനായിട്ട്. ഒരുപാട് ടണലുകളും ബ്രിഡ്ജുകളും പുൽമേടുകളും കുന്നും മലയും എല്ലാം കടന്ന് അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാഴ്ചകളുണ്ട്. നമുക്കങ്ങനെ കണ്ട് മതിമറന്നിരിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ട്, അല്ലെങ്കിൽ സ്ഥലങ്ങൾ കണ്ട് ആസ്വദിക്കുന്നവർക്ക് എന്തായാലും വന്ന് കാണേണ്ടതായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്. ഇനി നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ ഉണ്ടാവില്ല, അതിന് കുറവുണ്ടാവുള്ളൂ. ഒരു 4 മണി കഴിഞ്ഞോട് കൂടി നമ്മൾ ലൂസേണിൻ്റെ ബോർഡറിലേക്ക് എത്തും. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്താനായിട്ട് 1/2 മണിക്കൂർ കൂടി കൂടുതൽ വേണ്ടി വരും. അങ്ങനെ ഫൈനലി നമ്മൾ ലൂസേണിൻ്റെ ബോർഡർ കടന്നിരിക്കുന്നു ഗൈസ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്താം. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയ്ക്ക് ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.